എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി അറിയിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുക. അപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ തടസ്സം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ശത്രുദോഷങ്ങളുണ്ടാകാം, കുടുംബപരമായിട്ട് ഒരു ഐക്യത ഉണ്ടാകുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഏറ്റവും മെയിൻ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനം ഉണ്ടാകാനും അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ നീക്കാനും ഒരു വീടിലെ ദോഷം, അതായത് വീട് എത്രത്തോളം നന്നായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ശാന്തി ഉണ്ടാകത്തുള്ളൂ, സമാധാനം ഉണ്ടാകത്തുള്ളൂ, സാമ്പത്തികപരമായ ദോഷങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ശത്രുപരമായ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കാം, പരിസരവാസികളിൽ നിന്നായിരിക്കാം കണ്ണുദോഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ ഉണ്ടാകാം, വീട്ടിൽ കൂടുതലായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എനർജികൾ. അപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറാനും വീട്ടിലെ ഐശ്വര്യം വർദ്ധിക്കാനും വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാനും അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി ശിവക്ഷേത്രത്തിൽ പോയി ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, ദേവിയുടെ കടാക്ഷം ഉണ്ടാകും, അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ട്, ആഭിചാര ദോഷങ്ങൾ മാറിക്കിട്ടും, നെഗറ്റീവ് എനർജി മാറിക്കിട്ടും. നമ്മൾ മിക്ക വീട്ടിലും കാണാം ഒരേപോലെ രാത്രി കാലങ്ങളിൽ വഴക്കുണ്ടാകുന്നുണ്ട്. വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഇനി 5 പേരുള്ളത് വ്യത്യസ്തമായ സ്വഭാവ രീതികളായിരിക്കും. കൂടുതൽ വൈകിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ആ ഒരു കാര്യത്തെ പിടിച്ച് വലിയ വലിയ വഴക്കുകളുണ്ടാകുന്നത്. ഏകദേശം പരിസരവാസികൾക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് വീട്ടിൽ ഗ്രഹോപകരണങ്ങളൊക്കെ മേടിച്ചാൽ ബന്ധുക്കാർക്കും പരിസരവാസികൾക്കൊക്കെ കണ്ണുകടികൾ, അയ്യോ അവർ അത് നന്നായി, അവരത് മേടിച്ചു, ഇല്ലെങ്കിൽ അവരൊന്ന് പുറത്ത് സിനിമയ്ക്ക് പോയി, അങ്ങനെ ചില ദോഷങ്ങൾ നമ്മളെ ബാധിക്കാം. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയിട്ട് വലിയ ഒരു ഭസ്മം മേടിക്കുക. ഈ ഭസ്മം മേടിച്ചിട്ട് തിരുമേനിയെ കണ്ട് പ്രത്യേകം പറയുക, അഹോര മന്ത്രം ജപിച്ച് ഭസ്മം തരാൻ പറയണം. ഒന്നും കൂടെ പറയാണ്, അഹോര മന്ത്രം ജപിച്ച ഭസ്മം. അഹോര മന്ത്രം, അഹോര മന്ത്രം. ഒന്നും കൂടെ പറയണം, അഹോര മന്ത്രം ജപിച്ച ഭസ്മം നമ്മൾ എന്ത് ചെയ്യണം? തിരുമേനിയെ കണ്ട് പറയണം. തിരുമേനി വീടിനെ നോക്കിച്ചപ്പോൾ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഭസ്മം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അഹോര മന്ത്രം ജപിച്ച് തരാൻ പറയണം. ശിവക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്രത്തിലും അഹോര മന്ത്രം ജപിച്ച് തരുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ വലിയ ക്ഷേത്രത്തിലൊക്കെ ആകുമ്പം തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ താമസം ഉണ്ടാകും. ചെറിയൊരു ക്ഷേത്രമാണെങ്കിൽ നമുക്ക് തിരുമേനിയെ കണ്ട് നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് ആ ഒരു തിരുമേനി നല്ലപോലെ ജപിച്ചു തരും. വലിയ ക്ഷേത്രത്തിൽ ജപിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏറ്റുമാനൂരൊക്കെ പോകണമെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ തിരുമേനെ കണ്ട് പറയാനോ ഇല്ലെങ്കിൽ അത് ജപിച്ച് കിട്ടാനോ ചിലപ്പോൾ താമസം ഉണ്ടാകും. ചിലപ്പോൾ കൊടുക്കുമ്പം ഇത് അന്നേരം തരണമെന്നില്ല, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും. അപ്പം കഴിവതും ചെറിയ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് വഴിപാട് ചെയ്യാൻ നല്ലത്. കാരണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ആ തിരുമേനിയോടും പറഞ്ഞ് നമ്മൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലത്. വലിയ വലിയ ക്ഷേത്രത്തിൽ പരിചയം ഉണ്ടെങ്കിൽ ആ തിരുമേനിമാരെ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരും. എന്തായാലും ഇത് തിരുമേനിയെ കണ്ട് പ്രത്യേകം പറയണം. രസീത് എടുക്കണമെന്നൊന്ന് പ്രത്യേകം ഒന്ന് ചോദിക്കണം. ചില ക്ഷേത്രത്തിൽ രസീത് എടുക്കേണ്ട, ചില ക്ഷേത്രത്തിൽ രസീത് എടുക്കണം. അപ്പോൾ ഈ അഹോര മന്ത്രം ജപിച്ച ഭസ്മം നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കണം. ഭസ്മം മേടിക്കാനാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ടത്തെ ടൈപ്പ് ഒരു ഭസ്മമായിരിക്കും ഏറ്റവും നല്ലത്. ഈ വാസനാഭസ്മം ഒന്നും മേടിക്കാതിരിക്കും, അതൊക്കെ കെമിക്കൽ ചേർന്നതായിരിക്കും. പണ്ടത്തെ ഭസ്മം എന്ന് പറയുന്നത് ഒരു മഞ്ഞ കവറിൽ ക്ലിറ്റായിട്ട് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു, അത് പോയത്. അത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലേക്ക് ഞാനൊന്ന് കാണിച്ചു തന്നേനെ. ആ ഒരു ഭസ്മം അത് മുരുകൻ്റെ ഒരു പടമാണ്, ഈ മഞ്ഞ കവറാണ്. ആ ഒരു ഭസ്മം മേടിച്ചാലും മതി, ഇല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന ഒരു ഭസ്മം. ആ ഭസ്മം നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് തിരുമേനിയോട് അഹോര മന്ത്രം ജപിച്ച് തരാൻ പറയണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ വീടിൻ്റെ 4 മൂലയുണ്ടല്ലോ, 4 മൂലയില്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും, ശരിക്കും പറഞ്ഞാൽ ഒരു വീട് സമചതുരമാണ് വേണ്ടത്. ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറ്റിയും കുറവൊക്കെ കാണും ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ എന്നാലും വീടിൻ്റെ 4 മൂലയ്ക്കും ഈ ഭസ്മം ഒന്ന് ചെറിയ, അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് ഒരു ചെറിയൊരു മാന്തിയിട്ട് നമ്മൾ ആ ഭസ്മം ഇട്ടിട്ട് മൂടിയിടുക. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ പുറത്തിടുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഭസ്മം വീണ്ടും ഉണ്ടല്ലോ എല്ലാ വീടിൻ്റെ മൂലയ്ക്കെല്ലാം ഇട്ട്, അത് കഴിഞ്ഞ് വീടിൻ്റെ മൂലയ്ക്കിട്ടതിന് ശേഷം നമ്മുടെ അതിരിൻ്റെ 4 മൂലയ്ക്ക്, അതിരിൻ്റെ 4 മൂലയ്ക്കും ഈ ഭസ്മം ഇടുക. ഭസ്മം ഇടുന്ന ഇപ്പുറം നമ്മുടെ വീടും പരിസരമൊക്കെ ജസ്റ്റ് ഒന്ന് തുളസി വെള്ളം കൊണ്ടൊന്ന് തളിച്ചൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ശുദ്ധം ചെയ്യുക.
അതിനുശേഷം ഭസ്മം 4 മൂലയ്ക്കും കുഴിച്ചിട്ട് കുറച്ച് ഭസ്മം നമ്മൾ ഫ്രണ്ടിൽ വിതറി, അതായത് കുഴിച്ചിട്ടതിൽ തന്നെ ചെറുതായിട്ടൊന്ന് വിതറി. പിന്നെ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് ചവിട്ടാത്ത രീതിയിലുള്ള ഇതിലും ഭസ്മം ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഭസ്മം എടുത്ത് നമ്മൾ ഒരു മഗ്ഗിനകത്ത് കുറച്ച് വെള്ളമെടുത്ത് നല്ലപോലെ ഒന്ന് കലക്കണം. കലക്കിയതിന് ശേഷം മാത്രം ഈ ഭസ്മം എടുത്ത് നമ്മുടെ വീടിൻ്റെ മുറിയിൽ, അതായത് ഹാളിൽ, അടുക്കളയിൽ, ബെഡ്റൂമിൽ എല്ലായിടവും തളിക്കണം. രാവിലെ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിൽ ബാധിക്കുന്ന ആഭിചാര ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, അങ്ങനെ വരുന്ന എല്ലാ ദോഷങ്ങളും മാറണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ച് നമ്മുടെ വീടിൻ്റെ പെരയ്ക്കകത്തൊക്കെ ഇതൊക്കെ തളിക്കുക. ഭസ്മം ഒരു തവണ കുഴിച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് ശേഷം ബാക്കി ഭസ്മം ഉണ്ടെങ്കിൽ ഒരു 7 ദിവസം കഴിക്കാം. പക്ഷേ ഈ വീട്ടിൽ തളിക്കുന്നത് ഭസ്മം തീരുന്നവരെ എല്ലാവരും നമ്മുടെ വീട്ടിൽ തളിക്കാം. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഭസ്മം നമുക്ക് തൊട്ടുകൊണ്ട് പോകാം. കുറച്ച് ഭസ്മം നമുക്ക് ശിരസേ വെക്കാം, നാവിലൊന്നും വെക്കരുത്, കെമിക്കലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭസ്മവും കൊണ്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് ശത്രുദോഷങ്ങൾ, അതുപോലെ നെഗറ്റീവ് എനർജികൾ, ശരീരക്ഷീണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടും. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ ഭൂതപ്രേത വിശാസികളുടെ ഉപദ്രവങ്ങൾ, വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ, ശത്രുദോഷങ്ങൾ, സമ്പത്ത്, അതായത് മഹാദേവൻ്റെ അനുഗ്രഹം വന്നാൽ ഓട്ടോമാറ്റിക് പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അവിടെ സമ്പത്ത് ഉയരും, വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാകും. നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീട്ടിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ആഭിചാര ദോഷങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും നമുക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷമൊക്കെ തിരിച്ച് അവരിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഭക്തജനങ്ങൾ അടുത്തുള്ള വീട്ടിൽ ദോഷങ്ങൾ മാറാൻ വേണ്ടി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഈ ഭസ്മം, ഈ അഹോര മന്ത്രം ജപിച്ചിടുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് കൊടുക്കുക, വിളിച്ചു പറയുക. ജ്യോതിഷപരമായ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം.